വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്ന് ഇന്ത്യൻ റിപ്പബ്ലിക്കിന് 68 വയസ്സ് ആകുന്ന ദിവസമാണ്. മംഗളം എന്ന പത്രം ആ വാർത്ത ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ തരുന്നു. രാജ്യം ഇന്ന് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കും എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത നമ്മെ തേടിയെത്തുന്നത്. ഇന്ന് റിപ്പബ്ലിക് ദിന പരേഡുണ്ട്. 9 മണിക്കാണ് ആ പരേഡ് ദില്ലിയിൽ ആരംഭിക്കുന്നത്. രാജ്യം ഇന്ന് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമെന്ന് മംഗളം പറയുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. രാജ്യം 68ാം റിപ്പബ്ലിക് ദിനത്തിൻ്റെ നിറവിൽ രാവിലെ 9-ന് അശ്വഭടന്മാരുടെ അകമ്പടിയോടെ സർവ്വസൈന്യാധിപനായ രാഷ്ട്രപതി പ്രണബ് മുഖർജി രാജ്പഥിലെത്തുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാവും. UAE കിരീടാവകാശി മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് ഇത്തവണത്തെ മുഖ്യാതിഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമർ ജവാൻ ജ്യോതിയിൽ ആദരവ് അർപ്പിക്കും. തുടർന്ന് ദേശീയ ഗാനം അലയടിക്കുന്ന അന്തരീക്ഷത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തുകയും ചെയ്യും. അതൊക്കെയാണ് റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധിപ്പിച്ച് ഇന്ന് പത്രങ്ങൾ തരുന്ന വാർത്താമംഗളം അത് ഒന്നാം പേജിൽ തരികയും ചെയ്തിരിക്കുന്നു. കടുത്ത സുരക്ഷാ വലയത്തിലാണ് ഇത്തവണ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. ഭീകരവാദാക്രമണമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ വലിയ സുരക്ഷയാണ് ഈ കാര്യത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദിനത്തിൻ്റെ പ്രധാനപ്പെട്ട അതിഥിയായി അബുദാബി കിരീടാവകാശി ഷൈഖ് മുഹമ്മദ് ബിൻ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. UAEയിൽ 25 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ പണിയെടുക്കുന്നുണ്ട്. അവിടുത്തെ അധികാരിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം എത്തിയതിന് ശേഷം ഉഭയകക്ഷി ചർച്ചകളിലൂടെ 14 കരാറുകൾക്ക് ഇന്ത്യ രൂപം കൊടുത്തു UAEയുമായി ബന്ധിപ്പിച്ച്. ആ വാർത്ത ഇന്ന് മലയാള മനോരമ ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി തരുന്നു. കരാറുകൾ 14. മനുഷ്യക്കടത്ത് തടയാൻ ധാരണ. ആയുധ നിർമ്മാണത്തിന് ഇന്ത്യ UAE സഹകരണം. ജെയ്മോൻ ജോർജ് കരാറിനെ സംബന്ധിച്ച ഇന്നലെ ഒപ്പിട്ട കരാറിനെ സംബന്ധിച്ച വാർത്ത സചിത്രമായി തന്നിരിക്കുന്നത്. പ്രതിരോധവും സുരക്ഷയും അടക്കമുള്ള മേഖലകളിൽ സമഗ്ര പങ്കാളിത്തം ഉറപ്പാക്കി ഇന്ത്യയും UAEയും 14 നിർണായക കരാറുകളിൽ ഒപ്പുവെച്ചു. ഊർജം, മനുഷ്യക്കടത്ത് തടയൽ, സൈബർ സുരക്ഷ, സമുദ്ര ഗതാഗതം, കൃഷി, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാനുള്ള 14 കരാറുകളിലാണ് രണ്ട് രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ ഒന്നിച്ച് നീങ്ങും ഇരു രാജ്യങ്ങളും എന്ന നിലയ്ക്കുള്ള ധാരണയും എത്തിച്ചേർന്നിട്ടുണ്ട്. കിരീടാവകാശിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന ചർച്ചകളുടെ ഭാഗമായി. റിപ്പബ്ലിക് ദിനം അവാർഡ് ദാനങ്ങളുടെ ദിനം കൂടിയാണ്. അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. പത്മ അവാർഡുകളാണ് പ്രമുഖമായും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ ഗായകൻ യേശുദാസിന് പത്മവിഭൂഷൺ ലഭിച്ചു എന്നതാണ്. പത്മ അവാർഡും പത്മഭൂഷണും അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊക്കെ ഉപരിയായ പത്മവിഭൂഷൺ അവാർഡ് ഇത്തവണ അദ്ദേഹത്തിന് ലഭിക്കുന്നു. മാതൃഭൂമി ആ വാർത്ത ഒന്നാം പേജിലെ ആദ്യ വാർത്തയാക്കി മാറ്റിയിരിക്കുന്നു. യേശുദാസിന് പത്മവിഭൂഷൺ, പവാറിനും സാങ്മയ്ക്കും മുരളി മനോഹർ ജോഷിക്കും പട്വയ്ക്കും പത്മവിഭൂഷൺ. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളത്തിൻ്റെ ഗാനഗന്ധർവൻ KJ യേശുദാസിന് പത്മവിഭൂഷൺ ബഹുമതി നൽകി രാജ്യം ആദരിക്കും. മലയാളത്തിൻ്റെ യശസ് ഉയർത്തിയ 5 പ്രതിഭകൾക്ക് പത്മശ്രീ പുരസ്കാരവുമുണ്ട്. ആ പ്രതിഭകൾ ഇവരൊക്കെയാണ്: മഹാകവി അക്കിത്തം, കഥകളി ആചാര്യൻ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, സംഗീത വിദൂഷി പാറശാല B പൊന്നമ്മാൾ, കളരി പരമ്പരയിലെ വനിതാ സാന്നിധ്യമായ ഗുരുക്കൾ മീനാക്ഷിയമ്മ, നേട്ടങ്ങളുടെ നെറുകയിലെത്തിയ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ PR ശ്രീജേഷ് എന്നിവർക്കാണ് പത്മശ്രീ. പത്മഭൂഷൺ പുരസ്കാര പട്ടികയിൽ മലയാളികളില്ല. 75 പത്മശ്രീ പുരസ്കാരങ്ങളും 7 പത്മഭൂഷണും 7 പത്മവിഭൂഷണുമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. യേശുദാസ് അടക്കം 6 പേർക്ക് ഇത്തവണ
പത്മ അവാർഡുകൾ ലഭിച്ചിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം, ആ സന്ദേശം ഇന്നലെ നാം കേട്ടതാണ്. ആ സന്ദേശത്തെ സംബന്ധിച്ച വാർത്തയാണ്. രാഷ്ട്രപതി എന്താണ് രാജ്യത്തോട് ഇന്നലെ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിലൂടെ പറഞ്ഞത്? വീക്ഷണം എന്ന പത്രം, കോൺഗ്രസ് പാർട്ടിയുടെ പത്രം, അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. നോട്ട് നിരോധനം താൽക്കാലിക മാന്ദ്യമുണ്ടാക്കിയേക്കും, രാഷ്ട്രപതിയുടെ നിരീക്ഷണം അതാണ്. അതുമാത്രമല്ല, ഒരു പ്ലൂറലിസ്റ്റ് സൊസൈറ്റിയാണ്, ബഹുസ്വര രാജ്യമാണ് ഇന്ത്യ. ആ ബഹുസ്വരതയ്ക്ക് എതിരെ വിമത അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അക്കാര്യത്തിൽ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് എന്നുകൂടി രാഷ്ട്രപതി പറയുകയുണ്ടായി. ഈ രണ്ട് കാര്യങ്ങൾ ചേർത്ത് രാഷ്ട്രപതിയുടെ പ്രസംഗ ഭാഗം വീക്ഷണം എന്ന പത്രം ഇന്ന് ലീഡ് വാർത്തയാക്കി നമുക്ക് തരുന്നു. കാണുക, BS ഷിജു ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ ബഹുസ്വര സംസ്കാരവും സഹിഷ്ണുതയും കടുത്ത വെല്ലുവിളിക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി. നോട്ട് നിരോധനം സാമ്പത്തിക ഇടപാടുകൾ താൽക്കാലികമായി മന്ദഗതിയിലാകുന്നതിന് ഇടവരുത്തിയേക്കും എന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. 68ാം റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ച് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. രാഷ്ട്രപതിയുടെ ആ പ്രസംഗ ഭാഗമാണ് ഇന്ന് വീക്ഷണം ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡലുകൾ സാധാരണഗതിയിൽ നമുക്കറിയാവുന്നതുപോലെയാണെങ്കിൽ റിപ്പബ്ലിക് ദിന പരേഡിനിടയിൽ വിതരണം ചെയ്യപ്പെടും. എന്നാൽ ഇത്തവണ പോലീസ് മെഡൽ ഉണ്ടാവുകയില്ല. അതിന് കാരണം IAS IPS ചക്കളത്തി പോരാട്ടമാണ്. ആ പോരാട്ടം ഈ മെഡലൊക്കെ നിഷേധിച്ചതിന് ശേഷവും മുറുകുന്നു എന്നാണ് ഇതേ സംബന്ധിച്ച വാർത്ത. ഏതായാലും ഇപ്രകാരം മെഡൽ ലഭിക്കാൻ കഴിയാത്ത വണ്ണം ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ വാശിയും വൈരവും വളർന്നു വരികയും അതേ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ കേന്ദ്രത്തിന് കൃത്യസമയത്തെ എത്തിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് സത്യത്തിൽ എന്നതിനെ ചൊല്ലി വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അന്വേഷണം ആരംഭിക്കാനുള്ള രഹസ്യ നിർദ്ദേശം വിജിലൻസ് ഡയറക്ടർ തന്നെ വിജിലൻസിന് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത ദീപിക ഒന്നാം പുറത്ത് തരുന്നു. പോലീസ് മെഡൽ ചക്കളത്തി പോരാട്ടം മുറുകുന്നു. വിജിലൻസ് ഡയറക്ടർ രഹസ്യാന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. M സുരേഷ് ബാബു ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ദീപികയിൽ ഇപ്രകാരം: വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ കേരളത്തിന് നഷ്ടമായതിൽ പോലീസ് സേനയിൽ ആഭ്യന്തര വകുപ്പിനെതിരെ പ്രതിഷേധവും അമർഷവും പുകയുന്നു. അതിനിടെ കേരളത്തിന് മെഡൽ നഷ്ടമായ സാഹചര്യത്തെക്കുറിച്ച് രഹസ്യാന്വേഷണം നടത്താൻ വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നീ നിലയ്ക്കുള്ള വാർത്തകളാണ് റിപ്പബ്ലിക് ദിന ആഘോഷവുമായി ബന്ധിപ്പിച്ച് ഇന്ന് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. കേരള പോലീസുമായി ബന്ധിപ്പിച്ച് അഭിമാനപൂർവമായ ഒരു വാർത്ത ഇന്ന് നമ്മെ തേടിയെത്തുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടടക്കം അവിടെയൊക്കെ പോലീസിനകത്ത് വനിതാ പോലീസ് ബറ്റാലിയൻ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ഇതാദ്യമായി വനിതാ പോലീസ് ബറ്റാലിയൻ വരുന്നു എന്ന നല്ല വാർത്ത. അതായത് വനിതകളുടെ ആവശ്യങ്ങളെ മുൻനിർത്തി, വനിതകളുടെ ആവശ്യങ്ങൾ മാത്രമല്ല നാട്ടിലെ സ്ത്രീകളുടെ ആവശ്യങ്ങളെ മുൻനിർത്തി കൂടി സത്യത്തിൽ വരേണ്ടിയിരുന്ന വനിതാ പോലീസ് ബറ്റാലിയൻ ഇപ്പോൾ വരുന്നു. കേരളം അതിന് രൂപം നൽകി കഴിഞ്ഞിരിക്കുന്നു. ദേശാഭിമാനി എന്ന പത്രം ആ വാർത്ത ലീഡാക്കുന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളീയ വനിതകൾക്ക് ലഭിക്കുന്ന ഒരു സമ്മാനം തന്നെയാണ്. ഭരണരംഗത്ത് നിന്ന് സംസ്ഥാനത്ത് വനിതാ പോലീസ് ബറ്റാലിയൻ രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കണ്ണൂരോ തിരുവനന്തപുരമോ അതിൻ്റെ ആസ്ഥാനമാകും. വനിതാ പോലീസിൻ്റെ അംഗസംഖ്യ ഘട്ടം ഘട്ടമായി 15% ഉയർത്തുന്നതിൻ്റെ മുന്നോടിയായാണ് ഇത്. സായുധ സേനയിൽ ഹവിൽദാർ തസ്തികയിൽ 74,
കായിക താരങ്ങൾക്ക് നിയമനം നടത്താനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. ഏതായാലും മൊത്തം പോലീസിൻ്റെ 15% വനിതാ പോലീസാക്കി ഉയർത്തുന്നതിൻ്റെ ഭാഗമായാണ് കേരള പോലീസിൽ വനിതാ പോലീസ് ബറ്റാലിയന് രൂപം കൊടുക്കുന്നത് എന്നുകൂടി ഈ ദേശാഭിമാനി വാർത്ത നമ്മോട് പറയുന്നു. സ്വാശ്രയ കോളേജിനെ സംബന്ധിച്ച് അതിന് അനുമതി നൽകിയ മുൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന AK ആൻ്റണി തന്നെ കഴിഞ്ഞ ദിവസം പരിവേദനം നടത്തുകയുണ്ടായി. തികച്ചും അഴിമതിയിലേക്കും തന്നിഷ്ടത്തിലേക്കും ആ രംഗം അധപ്പതിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. തുറന്നു തന്നെ മാധ്യമങ്ങളോട് കുംഭസാരം നടത്തുകയുണ്ടായി എന്ന് വേണം പറയാൻ. ഈ അടുത്തിടെ പാമ്പാടി കോളേജിൽ നിന്ന്, നെഹ്റു കോളേജിൽ നിന്ന് വന്ന വാർത്ത, തുടർന്ന് ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത, ഇതൊക്കെ ആ രംഗത്തെ വിദ്യാഭ്യാസ രംഗത്തെ കച്ചവട താല്പര്യം എത്രത്തോളം ആ രംഗത്തിൽ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് സംശയലേശമന്യേ നമ്മോട് പറയുന്നുണ്ട്. ഓരോ കോളേജുകളും ഈ ഇടിപ്പുരകളും ഇടിമുറികളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് വൻതോതിൽ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുക ഒരു വശത്ത്, മറുവശത്ത് കച്ചവട രംഗം അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തെ കച്ചവടം നടത്തി പൊടിച്ച് പണമുണ്ടാക്കുന്നു. സാമുദായിക സംഘടനകൾ അടക്കം നടത്തുന്ന കോളേജുകളുടെ പൊതു അവസ്ഥ ഇതാണ്. എല്ലാ കോളേജുകളും അങ്ങനെയാണെന്ന് പറയാനാവില്ല. എന്നാൽ അങ്ങേയറ്റം അനഭിലഷണീയമായ പ്രവണതകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോളേജാണ് ടോംസ് കോളേജ്. ആ കോളേജിനെതിരെ വിജിലൻസ് അന്വേഷണം വരുന്നു. കോളേജിൻ്റെ അംഗീകാരം തന്നെ റദ്ദാക്കാനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നതിന് തൊട്ടുപിറകെയാണ് എങ്ങനെയൊക്കെയാണ് ഈ കോളേജ് പ്രവർത്തിക്കുന്നത് എന്ന നിലയ്ക്കുള്ള അന്വേഷണം നടത്താൻ വിജിലൻസ് തയ്യാറാവുന്നു. ഒരുപക്ഷെ കേരളത്തിലെ സമാന്തര സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്ത് ആദ്യമായിരിക്കും ഒരു കോളേജിനെതിരെ വിജിലൻസ് അന്വേഷണം വരുന്നത് എന്ന് തോന്നുന്നു. കാണുക, ടോംസ് കോളേജിനെതിരെ വിജിലൻസ് അന്വേഷണം. ദേശാഭിമാനി ആ വാർത്ത പ്രധാനപ്പെട്ട വാർത്തയാക്കി നമുക്കിന്ന് തന്നിരിക്കുന്നു. വിദ്യാർത്ഥി പീഡനത്തിലൂടെ കുപ്രസിദ്ധി ആർജിച്ച മറ്റക്കര ടോംസ് കോളേജിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. വിദ്യാർത്ഥികളുടെ പരാതികളിൽ കഴമ്പുണ്ട് എന്ന് സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്നാണ് നടപടി. ഈ കോളേജിൻ്റെ അംഗീകാരം റദ്ദാക്കേണ്ടതുണ്ട് എന്നുവരെ സർവകലാശാല നിർദ്ദേശിച്ചിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സമഗ്രമായൊരു വിജിലൻസ് അന്വേഷണത്തിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. കോളേജിനെതിരെ അന്വേഷണം വരുന്നു എന്ന വാർത്തയാണ് സ്വാശ്രയ കോളേജ് പ്രക്ഷോഭത്തിൻ്റെ രംഗത്ത് നിന്ന് നമ്മെ തേടിയെത്തുന്നത്. അതുപോലെ തന്നെ സെൽഫ് ഫൈനാൻസിങ് കോളേജായ ലോ അക്കാദമി, അവിടെയും വലിയ സമരം നടക്കുകയാണ്. ആ സമരരംഗത്തുള്ള വിദ്യാർത്ഥികളുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തുകയുണ്ടായി ഇന്നലെ. ആ ചർച്ചയെ വളരെ ഗൗരവപൂർവ്വം പ്രതീക്ഷാപൂർവമാണ് കേരളം നോക്കിക്കണ്ടത്. കാരണം കഴിഞ്ഞ 15 ദിവസമായി അവിടെയുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും, പ്രധാനപ്പെട്ട 4 വിദ്യാർത്ഥി സംഘടനകൾ അനിശ്ചിതകാല സമരത്തിലാണ്, നിരാഹാര സമരത്തിൽ കൂടിയാണ്. പെൺകുട്ടികളാണ് നിരാഹാരം കൂടുതലും കിടക്കുന്നത്. ഈ കാരണങ്ങളാൽ അങ്ങേയറ്റം ശ്രദ്ധ പിടിച്ചുപറ്റിയ, കഴിഞ്ഞ 15 ദിവസം കൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു പ്രക്ഷോഭമാണ് ലോ അക്കാദമിയിൽ നടക്കുന്നത്. അവിടെ നടക്കുന്ന അസംഖ്യം പ്രവണതകൾ, അംഗീകരിക്കാനാകാത്ത പ്രവണതകൾക്കെതിരെയാണ് അക്കമിട്ട് പറഞ്ഞ് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 15 ദിവസം കഴിഞ്ഞെങ്കിലും ആ സമരത്തിൻ്റെ കാര്യത്തിൽ ഇന്നലെ ഒരു തീരുമാനമുണ്ടാകും എന്ന് മാലോകർ പ്രതീക്ഷിച്ചിരുന്നു. കാരണം വിദ്യാഭ്യാസ മന്ത്രിയുമായി സമരം ചെയ്യുന്നവർ ആദ്യമായി അഭിമുഖം വരികയും ചർച്ച നടത്തുകയും ചെയ്ത അവസരം ഇന്നലെയായിരുന്നു. ആ ചർച്ച ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പരാജയപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ വിദ്യാർത്ഥികൾ നിർബന്ധിതരായിരിക്കുന്ന സാഹചര്യവുമാണിന്നുള്ളത്. ചർച്ച പരാജയപ്പെട്ട വാർത്ത എല്ലാ പത്രങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാധ്യമം എന്ന പത്രം അതിൻ്റെ അവസാന പുറത്ത് വളരെ വിശദമായി ലോ കോളേജുമായി ബന്ധിപ്പിച്ച എല്ലാ വാർത്തകളും ഒന്നിച്ചു തരുന്നു. ചർച്ച പരാജയം, പരാതികളിൽ വസ്തുതയുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിരീക്ഷണം. പരാതികളിൽ വസ്തുതയുണ്ട്, പക്ഷേ ആ വസ്തുതയുടെ വിശദാംശങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തപ്പെടേണ്ടതുണ്ട്. അതിനുള്ള സാവകാശം സർക്കാരിന് ആവശ്യമുണ്ട്. യൂണിവേഴ്സിറ്റി തന്നെ അതേ സംബന്ധിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു.
ആ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചർച്ച പരാജയപ്പെട്ടു എങ്കിലും വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. ആ അർത്ഥത്തിൽ ചർച്ച പൂർണ്ണ പരാജയമാണ് എന്ന് പറഞ്ഞുകൂടാ. വിദ്യാർത്ഥികളുടെ സമരത്തിന് നിദാനമായ ഗൗരവതരമായ വിഷയങ്ങളുണ്ട് എന്ന് മന്ത്രി സമ്മതിച്ചിരിക്കുന്നു എന്ന നിലയ്ക്കാണ് വാർത്ത വരുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഒരുപക്ഷെ കേരളക്കര തന്നെ വളരെ ശ്രദ്ധാപൂർവം ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ചർച്ച പരാജയപ്പെട്ട വാർത്ത മാധ്യമം തരുന്നു. അനുകൂല തീരുമാനം വരെ സമരം എന്ന് വിദ്യാർത്ഥികൾ, ഉപസമിതി റിപ്പോർട്ടിന് ശേഷം തീരുമാനം എന്ന് മന്ത്രി. ലോ അക്കാദമി ലോ കോളേജിലെ വിദ്യാർത്ഥി സമരം അവസാനിപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് വിളിച്ചു ചേർത്ത ചർച്ച പരാജയം. പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ മാറ്റുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ചർച്ചയിൽ വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിച്ചു. സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതിനനുസരിച്ച് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളിൽ പരമാവധി വേഗത്തിൽ തീരുമാനമെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് അറിയിച്ചു തുടങ്ങിയ വാർത്തകളാണ് ഇന്ന് പത്രങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. ലോ അക്കാദമി സമരത്തിന് പിന്തുണയുമായി മുൻനിര നേതാക്കൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ സെൽഫ് ഫൈനാൻസിങ് എന്ന് പറയുന്ന ഈ കോളേജ് 1968 ആരംഭിച്ച ഈ കോളേജിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ഗൗരവതരമെന്ന് പറയാവുന്ന ആക്ഷേപങ്ങളൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാനും പ്രക്ഷോഭം നടത്താനും ഒക്കെയുള്ള അവസരം ആ കോളേജിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. എന്നാൽ നമ്മുടെ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ ഇതൊന്നും ഇപ്പോഴില്ല. ഇല്ല എന്ന് മാത്രമല്ല, ഒരു ഇരുണ്ട അവസ്ഥയിലാണ് അതിപ്പോഴും നിൽക്കുന്നത്. ആ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ പൊടുന്നനെ ലോ കോളേജുമായി ബന്ധിപ്പിച്ച പ്രശ്നങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അവിടുത്തെ പ്രിൻസിപ്പൽ അടക്കം രാജിവെക്കണം എന്ന നിലയ്ക്കുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. അത് സ്വാശ്രയ മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നെഹ്റു കോളേജ്, ടോംസ് കോളേജ് തുടങ്ങിയ കോളേജുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകൾ വലിയൊരളവോളം തമസ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ താല്പര്യം എന്ത് എന്ന് നമുക്കറിയില്ല. ഏതായാലും അസമയത്ത് പോലും പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ചുറ്റിയടിക്കുന്നു എന്ന ആക്ഷേപം വന്ന പ്രിൻസിപ്പൽ, ടോംസ് കോളേജിലെ പ്രിൻസിപ്പൽ രാജിവെക്കണമെന്ന പ്രധാന പ്രമേയം ഉന്നയിക്കപ്പെടാത്ത ഇടത്താണ് ഇവിടെ ഈ പ്രിൻസിപ്പൽ രാജിവെക്കണമെന്ന ആവശ്യവും ഉയർന്നു വന്നിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി തന്നെ ഈ കാര്യത്തിൽ ഇടപെടുകയും എല്ലാം അന്വേഷിക്കുക, അവർക്ക് നൽകിയ ഭൂമിയുടെ പ്രശ്നം അതടക്കമുള്ള കാര്യങ്ങൾ 68 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതിയുടെ ഫൈൻഡിങ് വരെ എന്തായാലും സർക്കാർ കാത്തിരിക്കുകയേ നിർവാഹമുള്ളൂ. അതാണ് സർക്കാരിൻ്റെ നിലപാട്. ഏതായാലും സമരം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ആഴ്ച മുഴുവൻ സമരം നടക്കുമെന്നും കോളേജ് ഇല്ലാത്തതിനാൽ എന്ന് ഏകദേശം ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഈ ആഴ്ച സമരത്തിന് ഒരു പരിഹാരമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക വയ്യ. ഏതായാലും അതേ സംബന്ധിച്ച വാർത്ത വലിയ വിശാലമായി തന്നെ മാധ്യമമടക്കമുള്ള എല്ലാ പത്രങ്ങളും തന്നിരിക്കുന്നു. ഇന്നലെ വി മുരളീധരൻ 48 മണിക്കൂർ നിരാഹാര സമരം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ വിദ്യാർത്ഥിയല്ലാത്ത മുരളീധരൻ വിദ്യാർത്ഥി സംഘടനയുടെ സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയല്ല. വി എസ് അച്യുതാനന്ദനും കുഞ്ഞാലിക്കുട്ടിയും വി എം സുധീരനുമൊക്കെ ഇന്നലെ സമരപ്പന്തലിൽ എത്തിച്ചേർന്നിരുന്നു, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. വി എം സുധീരൻ എന്ന BJP നേതാവ് ഒരു രാഷ്ട്രീയ നേതാവ് നിലയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയല്ല, മറിച്ച് സമരം തന്നെ നടത്തുകയാണ് ചെയ്യുന്നത്, അതും വിദ്യാർത്ഥികൾക്കൊപ്പം. അത് എത്രത്തോളം ആശാസ്യമാണ് എന്ന കാര്യങ്ങളൊക്കെ ഇത്തവണ ഈ തരുണത്തിൽ നാം ആലോചിക്കേണ്ടതുണ്ട്. കേവലം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് വഴിവിട്ടു പോകുന്നുവോ ആ സമരം എന്ന കാര്യവും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും പരിഹാരങ്ങൾ എവിടെയും കാണാതെ ആ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും. ഇന്ന് കേരള കൗമുദിയുടെ ഒന്നാം പുറം ഒരു വാർത്ത നമുക്ക് തരുന്നു. ആ വാർത്ത സത്യത്തിൽ കേരളത്തിൻ്റെ ചരിത്ര ബോധത്തെ തന്നെ അവഹേളിക്കുന്ന ഒരു വാർത്തയാണ്. നാരായണ ഗുരു കേരള നവോത്ഥാനത്തിൻ്റെ ചോദ്യം ചെയ്യാനാകാത്ത നേതാവെന്നോ അല്ലെങ്കിൽ വഴികാട്ടിയെന്നോ ഒക്കെ വിശദീകരിക്കപ്പെടുന്ന ഇടത്ത് നാരായണ ഗുരുവിനെ കേവലം ഈഴവ നേതാവായി അവതരിപ്പിച്ചിരിക്കുന്നു ഒരു പാഠ്യക്രമം ICSEക്ക് ഉള്ള പുസ്തകത്തിൽ. ആ വാർത്തയാണ് കേരള കൗമുദി ഇന്ന് തന്നിരിക്കുന്നത്. നമ്മുടെ ചരിത്രബോധത്തെ വളച്ചൊടിക്കുന്ന ഒരു വാർത്തയായി ആ വാർത്ത നമുക്ക് മനസ്സിലാക്കേണ്ടി വരും.
ഒരു നല്ലതല്ലാത്ത ആ വാർത്ത. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ഗുരുവിനെ ഈഴവ നേതാവാക്കി ICSE എന്ന ശീർഷകത്തിലാണ് കേരള കൗമുദി ഒന്നാം പുറത്ത് ആ വാർത്ത സചിത്രമായി തരുന്നത്. PS സോമനാഥനാണ് ആ വാർത്ത കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന മാനവ സന്ദേശം ലോകത്തിന് പകർന്ന അനശ്വരാത്മാവായ ശ്രീനാരായണ ഗുരുവിനെയും ICSE പാഠപുസ്തകം ജാതിക്കോളത്തിൽ ഒതുക്കി. കേരളത്തിലെ ഈഴവരുടെ നേതാവായ ശ്രീനാരായണ ഗുരു 1903 SNDP യോഗം സ്ഥാപിച്ചു. 8ാം ക്ലാസ്സിലെ ചരിത്ര പാഠപുസ്തകത്തിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളെ പരിചയപ്പെടുത്തുന്ന ഇന്ത്യയുടെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന 6ാം അധ്യായത്തിലെ ഒരു വാചകമാണിത്. അവിടെ കേരളത്തിലെ ഈഴവരുടെ നേതാവായ നാരായണ ഗുരു എന്ന നിലയ്ക്കുള്ള പ്രയോഗമാണ് ICSE പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നാരായണ ഗുരുവിൻ്റെ ചരിത്രപരമായ പ്രസക്തിയെ ചോദ്യം ചെയ്യുന്നതോ അതിനെ അഥവാ ഇകഴ്ത്തുന്നതോ ആയ ഒരു കേരളീയ ദർശനത്തിൻ്റെയോ വീക്ഷണത്തിൻ്റെയോ നിരാസമായി മാറുന്നു എന്നാണ് കേരള കൗമുദി പറയുന്നത്. അമേരിക്ക മെക്സിക്കൻ അതിർത്തിയിൽ ട്രംപ് ഒരു മതിൽ കെട്ടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ്. അഭയാർത്ഥി പ്രവാഹം തടയുന്നതിനാണ് അപ്രകാരം ഒരു മതിൽ വേണ്ടിവരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അഭയാർത്ഥി പ്രശ്നത്തോടുള്ള ട്രംപിൻ്റെ സമീപനം അങ്ങേയറ്റം മനുഷ്യത്വരഹിതവും അതുപോലെ ധാർഷ്ട്യം നിറഞ്ഞതുമായ ആ സമീപനം തന്നെയാണ് ട്രംപ് ഇനിയും അമേരിക്കൻ പ്രസിഡൻ്റായി അധികാരമേറ്റെടുത്തതിന് ശേഷവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വിദേശം പേജിൽ സിറാജ് തരുന്ന വാർത്തയിലൂടെ നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നു. മതിൽ കെട്ടുമെന്ന് ട്രംപിൻ്റെ ട്വീറ്റ് അഭയാർത്ഥികളെ വിലക്കാനാണ് ട്രംപിൻ്റെ തീരുമാനം. അതേ സംബന്ധിച്ച വിവാദ ഉത്തരവ് ഉടൻ വരും. ട്രംപ് അധികാരമേറ്റെടുത്ത സമയത്ത് ലോകമാസകലം സ്ത്രീകൾ അവരുടെ ആത്മാഭിമാനത്തെ മുൻനിർത്തി പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി. ഇനിയിപ്പോൾ ഇതര വിഭാഗങ്ങളും ഈ അഭയാർത്ഥികൾക്കെതിരായി നിലപാടെടുക്കുന്ന ട്രംപിൻ്റെ ആ നിലപാടിനെതിരെ ലോകമാസകലം പ്രക്ഷോഭം വേണ്ടിവരുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു, സംജാതമാകുന്നു. ജനരോഷത്തോട് അവഗണനയാണ് ട്രംപ് ഇപ്പോഴും പുലർത്തുന്നത് എന്ന് ഈ വാർത്ത പറയുന്നു. അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും വിലക്കേർപ്പെടുത്തിക്കൊണ്ട് പുതിയ ഉത്തരവിറക്കാൻ ട്രംപ് കടുത്ത മുസ്ലിം കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ ഉയർത്തി. അധികാരത്തിലേറിയ ട്രംപിൽ നിന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ വേവലാതിയോടെ പ്രതീക്ഷിച്ച തീരുമാനമാണ് ഇപ്പോൾ ഉത്തരവായി പ്രഖ്യാപിക്കാനിരിക്കുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ ട്രംപ് ഒപ്പിടും എന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ ആ ഒപ്പിടൽ പ്രക്രിയക്കെതിരെ വലിയ പ്രക്ഷോഭം ആഗോളതലത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എന്നും ഈ വാർത്ത നിരീക്ഷിക്കുന്നു. വ്യോമാക്രമണ ഭീഷണിയിലാണ് നമ്മുടെ വിമാനത്താവളങ്ങൾ എന്ന നിലയ്ക്കുള്ള വാർത്ത വരുന്നു. ഇന്ന് സിറ്റി കൗമുദി എന്ന പത്രം അത്തരമൊരു വാർത്ത തന്നിരിക്കുന്നു. വ്യോമാക്രമണ ഭീഷണി, വിമാനത്താവളങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. താഴ്ന്നു പറക്കുന്ന അജ്ഞാത വസ്തുക്കൾ വെടിവെച്ചിടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. MH വിഷ്ണു തിരുവനന്തപുരത്ത് തരുന്നത് ഇങ്ങനെ: സംശയകരമായ രീതിയിൽ താഴ്ന്നു പറക്കുന്ന അജ്ഞാത വസ്തുക്കൾ വെടിവെച്ചിടാൻ സംസ്ഥാനത്തെ 3 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെയും സുരക്ഷാ ചുമതലയുള്ള CISFന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. കേരളത്തിൻ്റെ വികസന രംഗത്ത് നാഴികക്കല്ലായിരുന്ന കേരളത്തിൻ്റെ വികസന മാതൃക എന്ന് ലോകോത്തരമായി അറിയപ്പെട്ടിരുന്ന ആ മാതൃകയ്ക്ക് ഇപ്പോൾ വലിയ ഒരു കോട്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. നാം തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഒരു കാലയളവിൽ നല്ല നിലവാരത്തിലുള്ള റിസൾട്ടുകൾ ഉൽപ്പാദിപ്പിച്ച ആ മാതൃക കാലോചിതമായി തന്നെ പരിഷ്കരിക്കേണ്ട ആവശ്യകത വന്നു ഭവിച്ചിരിക്കുന്നു. ആ വീക്ഷണത്തെ മുൻനിർത്തി ഇന്ന് പിണറായി വിജയൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. വ്യത്യസ്ത പത്രങ്ങൾ ആ ലേഖനം പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. സിറാജ് എന്ന പത്രം കുരുന്നുകളുടെ ഭാവിക്ക് വേണ്ടി എന്ന ശീർഷകത്തിൽ പിണറായി വിജയൻ്റെ ലേഖനം ഇങ്ങനെ തരുന്നു: വിദ്യാഭ്യാസം എന്നത് അറിവ് ആർജിക്കൽ മാത്രമല്ല എന്നും വിദ്യാർത്ഥിയെ വിമർശനാത്മകമായി ചിന്തിക്കാൻ പ്രാപ്തമാക്കാൻ കൂടിയാണ് എന്നും മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞിട്ടുണ്ട്. അറിവിൻ്റെ പുതിയ ആകാശങ്ങൾ കീഴടക്കാൻ ചിറകുകൾ നൽകുന്നതിനൊപ്പം
ജാതി മത വർണ്ണഭേദങ്ങൾക്ക് അതീതമായി മാനവികതയുടെ നന്മകളിലേക്ക് പുതിയ തലമുറയെ ഉയർത്തിക്കൊണ്ടുവരാൻ കൂടി വിദ്യാഭ്യാസത്തിന് കഴിയേണ്ടതുണ്ട്. എക്കാലവും ലോകത്തിന് മാതൃകയായ കേരളം ഈ ഉദ്ദേശത്തോടെ ഈ രംഗത്ത് പുതിയ ഒരു കാൽവയ്പ് നടത്തുകയാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ലോകത്തെവിടെയുമുള്ള സമപ്രായക്കാരുമായി അറിവിൻ്റെയും കഴിവിൻ്റെയും കാര്യത്തിൽ തുല്യശേഷിയുള്ളവരായി നമ്മുടെ കുട്ടികളെ മാറ്റാൻ ഈ യജ്ഞത്തിലൂടെ സാധിക്കും എന്ന പുതിയ യജ്ഞം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നു. നമ്മുടെ കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്കുള്ളിലിരുന്ന് അർത്ഥപൂർണമായ ജീവിതം കെട്ടിപ്പടുക്കാൻ പ്രാപ്തരായി തീരട്ടെ. അതിനവരെ ഒരുക്കുന്ന വിദ്യാലയങ്ങളെ പരസ്പരം കൈകൾ കോർത്ത് നമുക്ക് സംരക്ഷിക്കാം എന്ന് ഈ ലേഖനം അവസാനിക്കുകയും ചെയ്യുന്നു. ഇനി ഇന്നത്തെ ചിത്രം. കേരളത്തിൽ ആവശ്യത്തിന് യാത്ര ചെയ്യാൻ പാകമായ നല്ല റോഡുകളില്ല എന്നതൊരു വസ്തുതയാണ്. എന്നാൽ മറ്റേത് ജനതയെക്കാളും അധികം അമിതമായി വാഹനങ്ങൾ നാം വാരിക്കൂട്ടിയിട്ടുമുണ്ട്. കേരളത്തിലെ റോഡ് അപകടങ്ങൾക്കുള്ള കാരണം അമിതമായ വാഹന ബഹുലതയും അതുപോലെ റോഡുകളുടെ ശോച്യാവസ്ഥയുമാണ്. നമുക്ക് ഈ ചിത്രം ഒന്ന് കാണാം. റോഡ് സേഫ്റ്റി ക്യാമ്പയിൻ്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഫ്ലാഷ് മോബിൻ്റെ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ദൃശ്യം മെട്രോ മനോരമയാണ് ഒന്നാം പുറത്ത് നമുക്കിന്ന് തന്നിരിക്കുന്നത്. റിപ്പബ്ലിക് ദിനവുമായി അനുബന്ധിച്ച് നാളെ പത്രങ്ങൾ ഉണ്ടാകില്ല. അതുകൊണ്ട് നാളെ ഈ പരിപാടി ഉണ്ടാകില്ല. അതുകൊണ്ട് ഇനി തിങ്കളാഴ്ച മാത്രമേ നാം തമ്മിൽ കാണൂ. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.